ചെമ്മനാർ പോയിൻ്റെ ഇന്നത്തെ കഥയാണ് കേട്ടോ പറയുന്നത്. നമ്മളുടെ രേവതിയാണെന്നുണ്ടെങ്കിൽ അടുക്കളയിൽ നിന്ന് ഇങ്ങനെ ജോലി ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ സച്ചി എന്നിട്ട് പറയുന്നുണ്ട്, ഇനിയിപ്പോൾ വെജിറ്റബിൾ ബിരിയാണി ശ്രുതിയെ കൊണ്ട് ഉണ്ടാക്കിക്കണം, എന്നാലേ എനിക്ക് സമാധാനം ആവത്തുള്ളൂ. ഞാനിപ്പോൾ അവർക്ക് കൊടുത്ത പണി നിനക്ക് ഇഷ്ടപ്പെട്ടോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ രേവതി അടുത്ത്. അതിന് സച്ചി അവിടെ നിന്ന് ഇങ്ങനെ കറങ്ങുവാണ് കേട്ടോ. ഒരു റൊമാൻറ്റിക് മൂഡാണ് സച്ചിയുടേത്. അതിന് രേവതിക്ക് ഒരു ഉമ്മയൊക്കെ കൊടുത്തിട്ട് നമ്മുടെ സച്ചി പോകുന്നുണ്ട് കേട്ടോ. അങ്ങനെ ചന്ദ്രമതി രവിയേട്ടനും അവിടെ ഇരുന്ന് ഇങ്ങനെ സംസാരിക്കുകയാണ്. അപ്പോൾ ചന്ദ്രമതി ചോദിക്കുന്നുണ്ട്, ഈ പച്ചക്കറി വാങ്ങാൻ പോയവനെ ഇതുവരെ കാണുന്നില്ലല്ലോ. അപ്പോഴാണ് നമ്മുടെ ശ്രുതി പച്ചക്കറിയായിട്ടൊക്കെ കയറി വരുന്നത് കേട്ടോ. അങ്ങനെ അത് ശ്രുതിയുടെ കയ്യിൽ കൊടുത്തിട്ട് ബാക്കി പൈസയും കൊടുക്കുന്നുണ്ട് കേട്ടോ. 10 രൂപയാണ് ബാക്കി കൊടുക്കുന്നത്. അപ്പോൾ ശ്രുതി ചോദിക്കുന്നുണ്ട്, 490 രൂപയായോ ഇത്രയും പച്ചക്കറികൾക്ക്? ചന്ദ്രമതി ചോദിക്കുന്നുണ്ട്, നീ ഇത്ര ആകെ എത്രയല്ലേ വാങ്ങിയുള്ളൂ, അതിന് 490 രൂപയോ? അതിന് നമ്മളുടെ രേവതി വന്നിട്ട് ആ പച്ചക്കറി വാങ്ങിയിട്ട് ഇങ്ങനെ നോക്കുന്നുണ്ട്. അയ്യോ, ഇതിന് 490 രൂപയൊന്നും ആവില്ല എന്നിങ്ങനെ പറയുക കേട്ടോ. ഒരു സച്ചി പറയുന്നുണ്ട്, എടാ ശ്രുതി, സത്യം പറയാം, നീ ബാക്കി പൈസയ്ക്ക് പൊറോട്ടയും ബീഫും വാങ്ങി കഴിച്ചു, എന്നിട്ട് കൈ ഒന്ന് മടപ്പിച്ച് നോക്കട്ടെ എന്ന് വാക്ക് ഇങ്ങനെ പറയുകയാണ്. അപ്പം ശ്രുതി പറയുന്നുണ്ട്, ഞാനൊന്നും കഴിച്ചൊന്നുമില്ല, ഇത്രയും രൂപയായി. അപ്പോൾ രവിയേട്ടൻ ചോദിക്കുന്നുണ്ട്, എന്നാൽ പിന്നെ നിന്റെ ബില്ല് തന്നിട്ടുണ്ടാവുമല്ലോ അവർ, ആ ബില്ലൊന്ന് കാണിച്ച്. പിന്നെ ബില്ല് വാങ്ങി നോക്കുമ്പോൾ അതിനകത്ത് 490 രൂപ തന്നെയാണ് കേട്ടോ എഴുതിയിരിക്കുന്നത്. എന്നിട്ട് രവിയേട്ടൻ ചോദിക്കുന്നുണ്ട്, 490 രൂപ തന്നെയാണ് ബില്ലിലും എഴുതിയിരിക്കുന്നത്, പക്ഷേ ഇത്ര ആവില്ലല്ലോ എന്നിങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് രവിയേട്ടനെ ഇങ്ങനെ ആ പച്ചക്കറി വാങ്ങിയ കടക്കാരൻ ഫോണിൽ വിളിക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് പറയുന്നുണ്ട്, പ്രിൻറ്റിങ് മെഷീനിലുള്ള ഒരു ചെറിയ തകരാറായിരുന്നു, 190 രൂപയായിട്ടുള്ളൂ, ബാക്കി കൊടുക്കാനായിട്ട് ഇവനെ പുറകെ വിളിച്ചിട്ട് കേട്ടില്ല, അതുകൊണ്ട് നമ്പർ അയച്ചതാ, ഞാൻ അതിനകത്തേക്ക് ഗൂഗിൾ പേ ചെയ്തോളാം എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. നമ്മളുടെ രവിയേട്ടൻ പറയുന്നുണ്ട്, എടാ സുധി, നീ ഇതൊക്കെ നോക്കി വാങ്ങിക്കണ്ടേ, നിനക്ക് അറിഞ്ഞൂടെ പച്ചക്കറിക്ക് ഇത്രയൊന്നും ആവില്ല, അപ്പോൾ അയാളോട് ചോദിച്ച് മനസ്സിലാക്കിയിട്ട് വേണ്ടേ വരാനായിട്ട് എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ എല്ലാവരും സുധിയെ കുറ്റപ്പെടുത്തുന്നുണ്ട്. ഇത്ര ചെറിയ കണക്ക് പോലും അവന് നോക്കാൻ പറ്റത്തില്ല, ഒരു വെജിറ്റബിൾ ബിരിയാണിക്ക് വേണ്ടി 300 രൂപ തൊളിച്ചിട്ട് വന്നവനാന്നേ, പിന്നെ എങ്ങനെയാണ് നീ ഇത്രയും വലിയ ബിസിനസ്സുകളൊക്കെ നടത്താൻ പോകുന്നത് എന്ന് പറഞ്ഞിട്ട് രവിയേട്ടൻ നമ്മുടെ സുധീനെ ഉപദേശിക്കുന്നുണ്ട് കേട്ടോ. നീ കുറച്ചുകൂടി കാര്യങ്ങളൊക്കെ നോക്കിയും കണ്ടുമൊക്കെ ചെയ്യണം, പക്വതയോടെ ചെയ്യണമെന്നൊക്കെ പറയുന്നുണ്ട്. അന്നേരമാണ് നമ്മളുടെ രവിയേട്ടൻ പറയുന്നത്, ഇനിയിപ്പോൾ അതൊക്കെ വിട്, ഇനിയിപ്പോൾ നാളത്തെ വിഷയത്തെപ്പറ്റി നമുക്ക് സംസാരിക്കാം, നാളെ നല്ലൊരു ദിവസമല്ലേ. നാളെ നല്ലൊരു ദിവസം, എന്ത് ദിവസമാണെന്ന് സച്ചു ചോദിക്കുന്നുണ്ട്. നിനക്ക് ഓർമ്മയില്ലേ നാളത്തെ ദിവസം എന്താണെന്നുള്ളത്? നാളെ നല്ലൊരു ദിവസമാണ്, നീ എന്തായാലും സ്പെഷ്യൽ ഫുഡൊക്കെ ഉണ്ടാക്കണം, അപ്പോൾ നീ അതിന് വേണ്ടുന്ന സാധനങ്ങളൊക്കെ രേവതിക്ക് വാങ്ങിച്ചു കൊടുക്കാനൊക്കെ പറയുക. അന്നേരം സച്ചി ഇങ്ങനെ ആലോചിക്കുക, നാളത്തെ ദിവസത്തിൻ്റെ പ്രത്യേകത എന്താ അച്ഛാ എന്നിങ്ങനെ ആലോചിച്ചിരിക്കുമ്പോഴാണ് നമ്മുടെ സച്ചി പറയുന്നത്, നാളെയാണ് അച്ഛൻ്റെ കാശും കൊണ്ട് ഇവൻ ഒളിച്ചോടി പോയതിൻ്റെ 1-ാം വാർഷികം അല്ലേ അച്ഛാ. നിനക്കത് മാത്രമേ ഓർമ്മയുള്ളൂ, ആ ദിവസം വേറൊരു കാര്യം കൂടി നടന്നായിരുന്നു, അതൊന്നും നിനക്ക് ഓർമ്മയില്ലല്ലേ? ഇല്ല അച്ഛാ, എന്താ ഇപ്പം നടന്നേ? എന്നിട്ട് രേവതി പറയുന്നുണ്ട്, ഒന്നും പറയണ്ട അച്ഛാ, അദ്ദേഹത്തിന് അതൊന്നും ഓർമ്മയില്ല എന്ന് പറഞ്ഞിട്ട് ദേഷ്യപ്പെട്ട് അങ്ങ് പോകുന്നുണ്ട് കേട്ടോ. പക്ഷെ നമ്മളുടെ ചന്ദ്രമതിക്കും ശ്രുതിക്കും എല്ലാം മനസ്സിലാവുന്നുണ്ട് കേട്ടോ എന്താണെന്നുള്ളത്. അങ്ങനെ നമ്മളുടെ രവിയേട്ടൻ പറയുന്നുണ്ട്, എടാ നാളെയാണ് നിന്റെ വിവാഹ വാർഷികം, 1-ാം വിവാഹ വാർഷികം എന്ന് പറയണം. അങ്ങനെ നമ്മുടെ സച്ചു പോയിട്ട് രേവതിനെ ആശ്വസിപ്പിക്കുന്നുണ്ട് കേട്ടോ. രേവതി, ഞാൻ ഓർത്തില്ല, പെട്ടെന്ന് പെട്ടെന്ന് എൻ്റെ മനസ്സിൽ വന്നത് അവൻ ഒളിച്ചോടി പോയ കാര്യമാണെന്നൊക്കെ. അപ്പോൾ രേവതി ഇങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കുക, അല്ലെങ്കിൽ നിങ്ങൾക്ക് അതൊന്നും ഓർമ്മ കാണത്തില്ല, നിങ്ങളിപ്പോഴും പഴയതൊക്കെ ആലോചിച്ചുകൊണ്ട് തന്നെയാണോ നിൽക്കുന്നത്? നിങ്ങൾ പണ്ട് പറയുമായിരുന്നല്ലോ, അവൻ ഒളിച്ചോടി പോയതുകൊണ്ടാണ് ഞാൻ നിൻ്റെ തലയിലായതെന്ന്, അപ്പോൾ നിങ്ങളിപ്പോഴും അത് തന്നെയായിരിക്കും അല്ലേ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്? ഇല്ല രേവതി, അങ്ങനാണോ നമ്മളിപ്പോൾ? അതൊക്കെ ഞാൻ അന്നേ കളഞ്ഞില്ലേ. പിന്നെ അവനിങ്ങനെ ഓടിപ്പോയത് കൊണ്ട് പെട്ടെന്ന് നമ്മളതങ്ങനെ പറഞ്ഞ് അതങ്ങ് രജിസ്റ്റർ ആയിപ്പോയി തലയിൽ, അതുകൊണ്ടാണ്. എന്നാലും നിങ്ങൾ ഓർത്തില്ലല്ലോ നമ്മുടെ വിവാഹ വാർഷികം എന്നൊക്കെ പറഞ്ഞിട്ട് രേവതി ആണെങ്കിൽ കുറേ സങ്കടമൊക്കെ പറയുന്നുണ്ട്. അതിന് സച്ചി രേവതിനെ സമാധാനിപ്പിക്കുന്നുണ്ട് കേട്ടോ. സച്ചി പറയുന്നുണ്ട്, ആ ദിവസത്തേക്കാൾ കൂടുതലേ എനിക്ക് ഓർമ്മ നിൽക്കുന്നത് നിന്റെ താലി പോയതിന് ശേഷം പിന്നെ ഞാൻ നിനക്കൊരു താലി മാല വാങ്ങി തന്നില്ലേ, അന്നേരം നമ്മൾ അമ്പലത്തിൽ പോയിട്ട് കല്യാണം കഴിച്ചില്ലേ, ശരിക്കും അതും ഒരു കല്യാണം പോലെ തന്നെ അല്ലായിരുന്നോ? അതാണ് എൻ്റെ മനസ്സിൽ കൂടുതലും ഇങ്ങനെ തങ്ങി നിൽക്കുന്നത്, ഒരു കല്യാണമായിട്ട്. പിന്നെ അന്നത്തെ കല്യാണം ഈ ക്ഷണക്കത്തൊന്നും അടിച്ചിട്ടൊന്നും അല്ലല്ലോ നമ്മളെല്ലാവരെയും വിളിച്ചത്, പെട്ടെന്ന് അച്ഛൻ പറഞ്ഞു താലി കെട്ടാൻ, ഞാൻ താലി കെട്ടി, അങ്ങനെ അല്ലായിരുന്നോ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ രേവതിനെ സമാധാനിപ്പിക്കാനൊക്കെ നോക്കുന്നുണ്ട്. രേവതിൻ്റെ അടുത്ത് നമ്മുടെ സച്ചിയാണെന്നുണ്ടെങ്കിൽ കുറച്ച് റൊമാൻറ്റിക് ആയിട്ടൊക്കെ ഇങ്ങനെ സംസാരിക്കുകയും പെരുമാറുകയൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. അതൊക്കെ കാണുമ്പോൾ രേവതിക്ക് ഭയങ്കര സന്തോഷമൊക്കെ ആവുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെയാണ് ഇനി ഇന്നത്തെ എപ്പിസോഡിനകത്ത് കാണിക്കുന്നത്.